പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാനൊരിക്കലൊന്ന് പറഞ്ഞു പോയി. അതിനിപ്പോ അങ്ങേര് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും കായികമെന്നും പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അങ്ങേരുടെ തോട്ടത്തിൽ പണിയെടുപ്പിക്കുക. അതുങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവുമില്ല. 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാ. അവര് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് കരയുന്നു കാണുമ്പോൾ എനിക്ക് ഒന്നും ഒട്ട് പറയാൻ പറ്റില്ല. മെമ്പർ പറയുന്ന നല്ല വശം മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ. ലോൺ സാങ്ഷൻ ആക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം. മോൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരണേ. ശരി അച്ഛൻ, ഞാൻ വരട്ടെ. ഓ, മമ്മി, മണി 1 ചാക്കു ഇതുവരെ വന്നിട്ടില്ല. ബാങ്കിൽ ചോറ് കൊണ്ട് കൊടുക്കണ്ടേ? അയ്യോ, ഇപ്പൊ എങ്ങനെയാ മോളു? നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഗീത ചേച്ചി ലീവിൽ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ചേച്ചിയുടെ കുട്ടിയെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോവാ. മോള് പോകുന്ന വഴിക്കല്ലേ ബാങ്ക്? ഒന്നും കൊണ്ട് കൊടുക്കുമോളൂ. നീ കൊണ്ട് കൊടുത്ത ഓമനക്കുട്ടന് സന്തോഷാവുകയും ചെയ്യും. അയ്യോ, ഞാനില്ല. വല്ലോരും അതും ഇതൊക്കെ പറഞ്ഞാലോ? ആ, ആര് എന്താ പറയാൻ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടെ വന്ന് ചോദിക്കാൻ പറയണം. ഞാൻ സമ്മാനം പറഞ്ഞോളാം. ചെല്ലുമോളൂ. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നമസ്കാരം. ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ എന്റെ മമ്മിക്ക് തോന്നണ്ടേ? എനിക്ക് അകത്തേക്ക് വരാവോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഊണ് മേശയുടെ പുറത്തിരിക്കേണ്ട ചോറ്റുപാത്രം ഓഫീസ് മേശയുടെ പുറത്ത് അല്ല. ഐ എം സോറി. ഞാൻ അല്പം താമസിക്കും ഭക്ഷണം കഴിക്കാൻ. ഈ പാത്രം ഞാൻ കൊടുത്തേച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഗോപ്യത ഉണ്ടായ കൊള്ളാം. മനസ്സിലായില്ല. അല്ല, ഇങ്ങനെയുള്ള കൊച്ചു സ്ഥലമാകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ടൗണിലൊക്കെയാണ് ആരും നോക്കത്തില്ല. ഇവിടെ ഈ ചോറ്റുപാത്രം ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കൊടുത്തയക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇരിക്കാൻ ഈ മുറിക്കൊരു മറയുള്ളതുപോലെ എല്ലാ കാര്യത്തിനും ഒരു മറയുണ്ടായിരിക്കുന്നത് നല്ലതാ. ആ, പിന്നെ ഞാൻ വന്നത് ഒരു ലോണിന്റെ കാര്യം ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. ഉവ്വ്. പക്ഷേ അനാഥാലയത്തിന്റെ പേരിൽ ഒരു ലോൺ കൊടുക്കുക എന്ന് വെച്ചാൽ? അനാഥാലയത്തിന്റെ പേരിൽ വേണ്ട. അനാഥാലയത്തിന്റെ കീഴിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സ്കീമുണ്ടേ. എന്നാൽ തന്നെ അതിന് സാധ്യത കുറവാണ്. ഇതിനു മുമ്പുള്ള മാനേജര് എനിക്ക് പല ലോണുകൾ അനുവദിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിച്ചിട്ടും ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഈ വർഷം അങ്ങനെയുള്ള ലോണുകളൊന്നും കൊടുക്കണ്ടെന്നാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. നമസ്കാരം സാർ. എന്താ ഭാർഗവമുള്ള ചോദിച്ചാണല്ലോ പോയിരിക്കുന്നത്? ആ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പോകാൻ പറയണം. ഇങ്ങനൊരു ഇത്തൽ കണ്ണി അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ലോണിന്റെ കാര്യം സാരമില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് പറഞ്ഞു. എന്തു പറഞ്ഞു? ബിന്ദു നേരിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത് ഒഴിവാക്കാമെന്ന രീതിയിൽ. ചേട്ടാ, ഇത് കൊള്ളാം. കുട്ടി വീട്ടിൽ നിന്നാ ഭക്ഷണം കൊണ്ടുവരുന്നത്. കൊടുത്തയച്ച അതിന്റെ അമ്മയാണ്. അതിന് നാട്ടുകാർക്ക് ഇത്ര അഭിപ്രായം പറയാനെന്തുള്ളത്? സാറ് വരണം. നമുക്ക് ആഹാരം കഴിച്ചിട്ട് പാത്രം കൊടുത്തയക്കാൻ നോക്കാം. വരണം. എല്ലാം ഇറങ്ങടാ. അച്ഛന് പൂ വേണ്ട, എന്റെ മക്കളെടുത്തു. എന്ത് പറ്റി പോയി? എങ്ങനെ മുറിഞ്ഞു? ചോരം പോന്നുണ്ടല്ലോ. മോനൊരു കാര്യം ചെയ്യേ, മറിയച്ചെടുത്തിയോട് ഈ മുറി ഒന്ന് വെച്ച് കെട്ടിത്തരാൻ പറ. അച്ഛൻ പറഞ്ഞെന്ന് പറ. പറയുന്നത് കൊണ്ട് മെമ്പർക്ക് വിഷമം തോന്നരുത്. ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ അനാഥ പിള്ളേരെന്ന് പറയുന്നത്. കാര്യം എന്തായാലും ശരി, അവരെ കൊണ്ട് കഴിയുന്ന പണിയെ ചെയ്യിക്കാവൂ. എന്തോന്ന് പണിയെടുപ്പിച്ചെന്നാ അച്ഛൻ എന്തോന്നായി പറയുന്നത്? ഇവറ്റുള്ള റോഡ് തേരാപ്പാര നടന്ന വല്ല ലോറിയോ ബസ്സോ മുട്ടി ചത്ത ആർക്കും തന്നതില്ലേ? ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂരയുടെ കീഴി കൊണ്ടാക്കിയപ്പോ അവകാശങ്ങൾ കൂടി വരിക. കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികമായ വളർച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. കായികമായ വളർച്ചയ്ക്ക് ഇതിനപ്പുറം എന്ത് വേണോ വെച്ചോ? സായിപ്പ്മാരാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോകും, പണക്കാരാണെങ്കിൽ ഗോൾഫ് കളിക്കും. അതല്ലാത്തവർ എന്ത് ചെയ്യും? അവര് കളിച്ചും മണ്ണിയും ഒക്കെ തന്നെയാ കായികാഭ്യാസം ഉണ്ടാക്കുന്നത്.
അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട്. ഇങ്ങനെയൊക്കെ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാൻ ഇതിനൊക്കെ എവിടെയാണ് വകുപ്പിരിക്കുന്നത്? നല്ല ആശയങ്ങൾ പറയാൻ എളുപ്പമാ, പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്ന എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ. മിസ്റ്റർ ഭാർഗവൻ പിള്ളേ, ഒരു കുട്ടിയുടെ കാല് തൂമ്പ കൊണ്ട് മുറിഞ്ഞു. ഡോക്ടറെ കാണിച്ച് ഒരു ഇഞ്ചക്ഷനെങ്കിലും എടുപ്പിക്കണ്ടേ? എന്റെ പൊന്നച്ചോ, ഈ അനാഥ പിള്ളേരെ ഇങ്ങനെ വഷളാക്കരുതേ. ഈ പ്രായത്തിൽ കയ്യോ കാലം മുറിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച ചുമ്മാ വരച്ചിങ്ങനെ തൂത്തച്ചങ്ങ് അടക്കേ അതങ്ങ് കരിഞ്ഞോളും. അല്ലാതെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന പതിവൊക്കെ പഠിപ്പിച്ചാ പിള്ളേർക്ക് അത് ദുശീലമാകും. പിന്നെ നമുക്ക് അതിനെ സമയം കാണും. അച്ഛമ്മേ, ആ എനിക്കൊരു അബദ്ധം പറ്റി. എന്താടാ? ഞാൻ ഉച്ചയ്ക്ക് ബാങ്കിൽ ചോറ് കൊടുത്തേച്ച് വന്നാൽ ചോറ്റ് പാത്രം ബിന്ദു കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കണമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ പക്ഷെ കുഞ്ഞിവിടെ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചു. പാത്രം കഴിയതാണോ അബദ്ധം പറ്റിയത്? അബദ്ധം അതല്ല, പിന്നെ കഴുകാനായിട്ട് പാത്രം എടുത്തപ്പം അതിന്റെ മുകളിലത്തെ തട്ടിലൊരു കവറും അതിനകത്തൊരു പേപ്പറും. എനിക്കിതൊന്നും വെച്ചമ്മയോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ട ചോണ് നന്ദി. എന്റെ അന്നദാതാവായ ബിന്ദുക്കുട്ടിക്ക് വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായിട്ട് അവതരിക്കാറുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്കിടയിൽ ഈ ടിഫിൻ കാരിയർ ഒരു സന്ദേശവാഹകനായി അവതരിച്ചിരിക്കുകയാണ്. ഊൺ എനിക്ക് വേണ്ടാന്ന് വെക്കാം, പക്ഷെ ഒഴിഞ്ഞതാണെങ്കിൽ ഈ ടിഫിൻ കാരിയർ ഒരു ദിവസം കാണാതിരിക്കാൻ വയ്യ. ഇന്ന് ബാങ്കിൽ തിരക്കുള്ള ദിവസം ആയതുകൊണ്ടാണ് കത്ത് ചെറുതായിപ്പോയത്. ഇന്ന് രാത്രി തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് പാത്രത്തിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ കത്ത് കൊടുത്തയക്കാം. എഴുതി പരിചയമില്ലാത്തത് കൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്നേഹപൂർവ്വം ഓമനക്കുട്ടൻ. ചാക്കോ, ചാക്കോ, എന്തോ? ഇവിടെ വാ. ഇതാ ഈ കവർ എവിടെ ഇരുന്നോ അവിടെ വെച്ചേക്ക്. അപ്പൊ പിന്നെ ചോറ്റുപാത്രം തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കാം. ആ പിന്നെ ഈ കവർ കണ്ട കാര്യം ആരോടും പറയരുത്. അത് എന്നോട് പറയണോ വെച്ചമ്മേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനോ? ശരി ശരി പോ. ഹലോ, അതെ. ഇന്ന് പണയം ഓ, എടുക്കുമല്ലോ. എന്റെ കയ്യിലൊരു കാര്യം പണയം വെക്കാനുണ്ട്. കൊടുത്തേക്കട്ടെ? എടുക്കുമെന്നറിയാനാ. എന്താണാവോ പണയം വെക്കാനുള്ളത്? ഒരു കൊച്ചു ഹൃദയം. ഹലോ നാളെ രാവിലെ 10 മണിക്ക്. ഹലോ, ആര് സംസാരിക്കുന്നത്? കണ്ടടായ്. ഹലോ, ഹലോ, ആരാ? ഓമനക്കുട്ടൻ സാറോ? എന്താ സാർ? ഉണ്ട് കൊടുക്കാം. കുഞ്ഞെ, ഓമനക്കുട്ടൻ സാർ വിളിക്കുന്നു. ഹലോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. നല്ല ആളാ. കണ്ടാത്തോന്ന ഒരു പഞ്ചപാവാണെന്ന്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പൊ അച്ചോ, ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓ, ഈ പട്ടുസാരിക്ക് എന്ത് വിലയായി? 300 രൂപ. ആ വിലക്ക് എന്തായാലും ലാഭം. നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലും സഹായിക്കാം. അല്ലെങ്കിൽ പ്രസിഡന്റ് വെറുതെ വഴക്ക് പറയും. അയ്യോ ഞാനില്ല, എന്റെ സാരി ചീത്തയാവും. പിള്ളേരെല്ലാം കൊണ്ട് തിരിഞ്ഞിരുന്നേ, ബഹളം വെക്കരുത്, മിണ്ടാതിരുന്ന് കഴിച്ചോണം. ആ നിക്ക് നിക്ക് നിക്ക്. അവിടെ ഇരിക്കേ, ഊണ് കഴിക്കണ്ട മോനെ. ഇപ്പോൾ തരാം കേട്ടാ. ആ ഒന്നുകൂടി ഞാൻ സെക്രട്ടറി വിളിക്കട്ടെ. സെക്രട്ടറി ഒന്നിങ്ങോട്ട് വരൂ. ഒരു ഫോട്ടോ വിളമ്പുന്നതായിട്ട്. വിളമ്പണ്ട, വെറുതെ അവിടെ നോക്കി നിന്നാ മതി. ആ ഫോട്ടോ എടുത്തപ്പോഴേ ചിരിച്ചായിരുന്നോ? ഞാൻ ചിരിച്ചോന്ന് എനിക്കൊരു സംശയം. നമുക്കൊന്നുകൂടെ ചിരിച്ചോണ്ടെടുക്കാം. ഓ പിന്നെന്താ, വിളിക്കട്ടെ. രാവുട്ടി, ചോറവിടെ ചോറവിടെ പറയൂ പറയൂ പ്രസിഡന്റ്. ചോറവിടെ ചോറവിടെ പറയൂ പറയൂ പ്രസിഡന്റ്. ചോറവിടെ ചോറവിടെ
എവിടെ പറയൂ പറയൂ പ്രസിഡന്റ് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കെ പിള്ളേരെ നിങ്ങളോടാണ് പറഞ്ഞത് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കാൻ. എന്താ അച്ഛോ അവിടെ ആകെ ഒരു ബഹളം? എന്തു പറയാനാ മോളെ, വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിലല്ല അവർക്ക് താല്പര്യം, ഫോട്ടോ എടുക്കാനാ. രോഹിണി ചേച്ചി സിന്ദാബാദ്, രോഹിണി ചേച്ചി സിന്ദാബാദ്, രോഹിണി ചേച്ചി സിന്ദാബാദ്, രോഹിണി ചേച്ചി സിന്ദാബാദ്. ഇനി വരൂ, ഞാൻ വിളമ്പാം. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. അവർ ഊണെല്ലാം കഴിഞ്ഞ് നിറഞ്ഞ മുഖത്തോടിരിക്കുമ്പോ എടുക്കാം. യോഗമേ ഇതിങ്ങളുടെ കൂടെ കിടക്കേണ്ടതാ. ആ പ്രസിഡന്റ് എടുത്ത് വളർത്തിയോണ്ടല്ലേ ഇതൊക്കെയാ ദൈവാധീനം എന്ന് പറയുന്നത്.